ഗൈസ് നമുക്കൊരു മുട്ടച്ചോറ് ഉണ്ടാക്കിയാലോ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു സവാള, ഒരു തക്കാളി. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. നമുക്കിത് ആദ്യം നന്നായിട്ട് ഒരു ചോപ്പറിലിട്ട് അടിച്ചെടുക്കാം. കാര്യം എനിക്കിത് അരിയാൻ വലിയ പാടല്ല ഗൈസ്, മടി. ഇതിൻ്റെ ലിങ്ക് ചോദിക്കില്ല കേട്ടോ. ഈ ചോപ്പറിൻ്റെ ആരും ഇതിൻ്റെ ലിങ്ക് ചോദിക്കരുത്. ഇത് ഞാൻ ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്, അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് തരാൻ പറ്റില്ല. അപ്പം നമ്മളിതെല്ലാം നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചട്ടി വെച്ച് എണ്ണ ചൂടായി കടുക് പൊട്ടിയിട്ടും, എനിക്ക് ഇഞ്ചി ഇടുന്ന എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. കറിവേപ്പില 2 വെളുത്തുള്ളീൻ്റെ അല്ലിയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ആ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന സവാളയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വാടണം. എന്നിട്ട് നമുക്ക് ഉപ്പിടാം, ആവശ്യത്തിന് അനാവശ്യത്തിന് ഉപ്പിടാം. കാര്യം ഇതിപ്പോൾ ഞാനാണ് കഴിക്കുന്നത്, അതുകൊണ്ട് എനിക്കൊത്തി ഉപ്പ് കൂടി എന്നാലും സാരമില്ല. പിന്നെ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വാട്ടുക. എന്നിട്ട് നമുക്കിലോട്ട് മസാലപ്പൊടികളിടാം. എല്ലാ മസാലപ്പൊടിയും ഞാനിടും കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചതും ഇടും. പിന്നെ 2 മുട്ടയും കൂടെ ഇട്ട് ഞാനത് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാനാണ് നിന്നത്. അപ്പോൾ തിങ്കൾ പറഞ്ഞ് അവൾക്കും വേണമെന്ന്. പിന്നെ അവൾക്കും കൂടെ ആയിട്ടാണ് 2 മുട്ട ഇട്ട്, അല്ലെങ്കിൽ ഒരു മുട്ട ഇട്ടുള്ളായിരുന്നുള്ളൂ. പിന്നെ ചോറിടാം. ചോറിട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും സാരമില്ല. ശരിക്കും പറഞ്ഞാൽ അതിൽ കുറച്ച് ചോറിട്ടിട്ട് തോനെ മുട്ടയും ആ മസാലയൊക്കെ ആകുമ്പോഴാണ് ഇതുകൂടെ കഴിക്കാൻ ടേസ്റ്റ്. എന്നാലും ഇത് കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ പലരും പല രീതിക്കായിരിക്കും ഉണ്ടാക്കുന്ന. അപ്പോൾ തിങ്കൾ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ.